എത്ര നാളാടാ കണ്ടിട്ട്. വിശേഷമൊക്കെ പിന്നെ പറയാം. വന്ന കാലം നിൽക്കാതെ കൊണ്ടുവന്ന കാലം എടുത്തോണ്ട് അകത്തോട്ട് വാ. എടി, ഇത് നളിൻ ജോസ് പെരേര, മറ്റേ 7 കൂടെ ആട്ടി ആട്ടി നിക്കത്തില്ലേ? അല്ല, ഇപ്പൊ ഞാൻ സ്ക്രിപ്റ്റ് റൈറ്ററാണ്. ആ, ഇപ്പൊ സ്ക്രിപ്റ്റ് റൈറ്ററാ. പണ്ട് ഭയങ്കര ഡയറക്ടർമാരുടെ പേടി സ്വപ്നമായിരുന്നു. ഇപ്പൊ എന്റെ പേര് നളിൻ ആക്ഷൻ. എന്നാലും നളിൻ ആക്ഷൻ. ആ, നളിൻ ആക്ഷൻ മാറ്റിയായിരുന്നു. സിനിമയ്ക്ക് വേണ്ടിട്ട് മാറ്റിയത്. പക്ഷെ ഇപ്പോഴത്തെ എന്റെ സ്ക്രിപ്റ്റ് ഒക്കെ കേട്ട് കഴിഞ്ഞാൽ പല ആൾക്കാരും ഞെട്ടി തെരിച്ചു പോവാറുണ്ട്. എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? സ്ക്രിപ്റ്റ് എഴുതാൻ വേണ്ടിട്ട്. നമ്മുടെ സ്ക്രിപ്റ്റ് എഴുതുന്ന പുള്ളിയാ. അയ്യേ, അതിലാണ് എന്നെ അഭിനയിപ്പിക്കാൻ പോണേ? അല്ല, ഞാൻ കൂടുതൽ ആക്ഷൻ പടങ്ങളല്ലേ എഴുതുന്നേ. അയ്യോ, എനിക്ക് ഇങ്ങനത്തെ സ്ക്രിപ്റ്റ് ഒന്നും വേണ്ട. എനിക്ക് നല്ല ആരെങ്കിലും വെച്ച് എഴുതിപ്പിച്ചാ നല്ലതാ. പുള്ളി മറ്റേ ബഗടത്തരങ്ങളിൽ ഏറ്റവും എടുക്കനാണ്. ഒരാളുടെ ഒരു വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല. എന്റെ കഴിവുകൾ എന്താണെന്നുള്ളത് ഈ ശോഭനയ്ക്ക് എന്തറിയാം. അല്ല, എപ്പോഴാ പോണത്? അല്ല, പുള്ളി പോകുന്നില്ല, ഇവിടെ നിന്നാണ് റൈറ്റ്. അല്ല, ഇവിടെ അയ്യോ, അതൊന്നും ശരിയാവില്ല. ഇതുപോലത്തെ ആൾക്കാരുടെ കൂടെ ഒന്നും എനിക്ക് ജീവിക്കാനൊന്നും പറ്റൂല. ഇവിടെ നീ ജീവിക്കണ്ട, അവൻ വേറെ താമസിച്ചോളും അപ്പുറത്തെ റൂമില്. വേണ്ട വേണ്ട, അങ്ങനെ ഒരു വീട്ടിൽ താമസിക്കുന്ന പരിപാടി ഒന്നും നടക്കൂല. ഇവൻ വെളിയിൽ പോയി കഴിഞ്ഞാൽ കിട്ടത്തില്ല, ആൾക്കാർ കിട്ടില്ലെങ്കിൽ കിട്ടണ്ട. നമുക്ക് വേറെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിനെ വെച്ച് എഴുതാം. ഇല്ലെങ്കിൽ ഞാൻ എഴുതി തരാം. ഇയാളെന്ന് വെച്ച് എഴുതൊന്നും വേണ്ട. മോൾ എഴുതുവാൻ നമുക്ക് ബാലരമയ്ക്കകത്തോ കളിക്കുടുക്കകത്തോ വല്ലതും പ്രസിദ്ധീകരിക്കാനേ ഒക്കത്തുള്ളൂ. സിനിമ എടുക്കാൻ പറ്റുമോ? ഞാൻ കഥ ആദ്യം കേൾക്കും, എന്നിട്ട് നിർത്തണോ വേണ്ടെന്നൊക്കെ ഞാൻ തീരുമാനിക്കൂട്ടാ. കഥ പറയാൻ എനിക്ക് മൂടുള്ളപ്പോഴേ ഞാൻ പറയത്തുള്ളൂ. എന്നെ അപമാനിക്കുന്നവരുടെ മുമ്പ് വെച്ച് എനിക്ക് അങ്ങനെ അങ്ങോട്ട് കൊച്ചായി കാര്യം എനിക്കില്ല. കണ്ടോ ആ ഒരു മോഡുലേഷൻ ഒക്കെ ഉണ്ടോ? കറക്റ്റ് ശ്രീൻ സാറിന്റെ കൂടെ വല്ലതും കഴിക്കണ്ടായോ? സർ പെരേര, സോറി, ആക്ഷൻ വല്ലതും കഴിക്കണ്ടേ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ കഴിക്കാം. മോളെ സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ സ്പെഷ്യൽ ആയിട്ട് ഒരു ചിക്കൻ ബിരിയാണി എടുക്കട്ടെ? എനിക്ക് അങ്ങോട്ട് പിടിച്ചിട്ടില്ല കേട്ടോ. നീ എന്താ അല്ലടാ ഈ അപമാനിക്കുന്നത്? നീ അവള് ഗൂഗിളിൽ നോക്കി കഴിയാന്നേ ഉള്ള എല്ലാം കാണും. അതിലും ഭേദമില്ലേ നല്ലത്. നീ ഇവിടുത്തെ ആഹാരം കഴിച്ചിട്ടുണ്ടോ? ഓ ഇല്ല, കഴിക്കണം. എന്തെങ്കിലും 55 കിലോ ഉണ്ടായിരുന്നു എനിക്ക്. 70 കിലോ അറിയോ? ഡയറ്റാണോ? കോപ്പാണ്. നാടിന്റെ വാചകത്തിലെ കല്യാണരാമനാണ് നമ്മുടെ വിചാരം. അല്ല, വായി വെക്കാൻ കൊള്ളത്തിൽ അവൾ ഉണ്ടാക്കുന്ന ആഹാരം. അറിയാൻ നിനക്ക് പറയാനോ പറഞ്ഞു കഴിഞ്ഞ വല്ല സൈനയുടെ വല്ലതും കലക്കി തന്നാലും. ബിരിയാണി എന്താ ഇങ്ങനെ ആർത്തി പിടിച്ച് നോക്കണേ? ഇപ്പൊ കഴിച്ചല്ലേ ഉള്ളൂ. ഇത്രക്ക് ഇഷ്ടം ഞാൻ ഉണ്ടാക്കുന്ന ഫുഡ്? ഞാൻ ഓർക്കുമായിരുന്നു 1 മണിക്കൂർ മുന്നേ ഞാൻ കഷ്ടപ്പെട്ടിരുന്ന് കഴിക്കാതിരുന്ന് കഴിച്ചല്ലേ. കണ്ടിട്ട് കൊള്ളാം. അതെ, കഴി നോക്കാല്ലേ ജോസ്, കഴി. നല്ല ഫുഡോ, ഗംഭീരായിട്ടുണ്ട്. താങ്ക് യു. എല്ലാരും പറയാറുണ്ട് നല്ല ഫുഡാണ്. ഇവിടെ മറ്റേ നൻപൻ വന്നിട്ട് കഴിച്ചിട്ട് അടിപൊളി ഫുഡാന്നാ പറഞ്ഞേ. അങ്ങനെ പറഞ്ഞവരും ഭയങ്കരമായിട്ട് ഇഷ്ടായി. ഒരു കാര്യം പറയുന്നോണ്ട് ഒന്നും തോന്നരുത്. അയ്യോ, ഫുഡ് കഴിക്കുമ്പോ ഇവിടെ കാര്യം പറയാൻ പറ്റത്തില്ല. അത് മുഴുവൻ കഴിച്ച് തീർത്തിട്ടേ കാര്യം പറയാൻ പറ്റത്തുള്ളൂ. അതിനവൻ ജീവനോടുണ്ടായില്ലോ അല്ലേ ഒക്കെ. അതൊരു സത്യം. ഞാനിത് ഇപ്പം പറഞ്ഞില്ലെങ്കിൽ എനിക്ക് ചിലപ്പോൾ മുൻപോട്ട് എങ്ങനെയാണെന്ന് അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഞാനൊരു കലാകാരനാണ്. അപ്പം ഞാൻ ഒരു കലാകാരൻ എന്നുള്ള നിലയിൽ ഇതൊന്ന് കേട്ടാൽ മതി. ഈ പാചകം എന്ന് പറയുന്നത്, അതായത് കുക്കിങ്, അതൊരു കലയാണ്. അതായത് ഒരു ആശാരി ഒരു തടി കിട്ടിക്കഴിഞ്ഞാൽ ആ തടി ചെത്തിമിനിക്ക് ഒരു സംഭവമാക്കി എടുക്കുന്ന പോലെ തന്നെയാണ് ഈ പാചകത്തിൻ്റെ കാര്യം. പോയിന്റ് മനസ്സിലായോ? അപ്പം ആ കല നിന്റെ ഭാര്യയ്ക്ക് കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ സത്യത്തിൻ്റെ മുഖം വളരെ വികൃതമായിരിക്കും. ഞാൻ പറയുന്നത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? എനിക്ക് ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അക്സെപ്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. നിങ്ങൾ കലാകാരനാണെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞത്? നിങ്ങൾ പറഞ്ഞ നടക്കല്ലോ ഒരു സോഡ കുപ്പി കണ്ണടയും വെച്ചിട്ട്. എനിക്ക് തോന്നുന്നില്ല നിങ്ങൾ കലാകാരനാണെന്ന്. അതാണ് പറഞ്ഞത്. നമ്മളുള്ള കാര്യം പറയുമ്പോൾ ചില കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നു. പക്ഷേ എൻ്റെ സഹോദരി എന്ന നിലയിലാണ് ഞാനിത് പറയുന്നത്. മറ്റാരെങ്കിലും ഇവിടെ പാചകത്തിന് വെക്കുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ആരുടെ കയ്യിൽ നിന്ന് ഒരു വെറുപ്പ് മേടിച്ച് വെക്കേണ്ട കാര്യം. ഞാനും വിചാരിച്ചു നീ നടിയാവാൻ നടക്കുമല്ലേ, അപ്പൊ ഈ അടുക്കളയിലൊക്കെ പോയി മറ്റേ ടാനൊക്കെ വന്നു കഴിഞ്ഞാലേ, ഇപ്പോഴത്തെ ആലുവ അടുപ്പുകളല്ലേ വരുന്നത്. ആലുവ അടുപ്പിനകത്തൊന്ന് പുക കൂടുതലാണ്, ടാൻ കൂടുന്നുണ്ടെന്നുള്ള പഠനം ഇപ്പൊ ഞാൻ കണ്ടായിരുന്നു ഡോക്ടർമാരുടെ അടുത്ത്. ഇത് ന്യായം, ഇത് അന്യായം. അപ്പൊ മോളിനി കുക്ക് ചെയ്യണ്ട. ഓക്കെ, അതൊക്കെ ഇങ്ങനെ സ്നേഹത്തോടെ പറഞ്ഞാൽ ഞാൻ എന്തും അനുസരിക്കും. ഒരു കുക്കിനെ വെക്കുമ്പോഴത്തേക്ക് പാചകമൊക്കെ മര്യാദയ്ക്ക് ഇയാളെ കൂട്ടി പെട്ടെന്ന് പോയി. എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ ഇയാളെ. വെസ്റ്റ് ഇൻഡീസ് കാര്യം പറഞ്ഞതേ ഉള്ളൂ. സുപ്പ് പറഞ്ഞ കാര്യം കറക്റ്റാ. എൻ്റെ ഈ കയ്യൊന്ന് വെറുതെ കളയണ്ട. കുക്കിനെ വെക്കാം.
അമ്മേനെ വിളിച്ച കാര്യം പെട്ടെന്ന് നടക്കും. സംഭവമൊക്കെ ശരിയാ. എടാ കുക്കിന് കൊടുക്കാൻ നിന്റെ പൈസ ഉണ്ടോ? എന്റെ എവിടുന്ന പൈസ? നിന്റെ പൈസ ഇല്ലയോ? വാടക പോലും കൊടുക്കാതെ ഞാൻ ഇവിടെ നിന്നെ താമസിപ്പിക്കുന്നില്ലയോ? ഈടെ നിന്റെ പൈസ ഉണ്ടാവുന്ന പോലെയാണ് എന്റെ പൈസ ഉണ്ടാവും. ഇവിടെ ഞാൻ ജീവിക്കുന്നതിന് എനിക്കറിയത്തില്ല. എന്റെ അരഞ്ഞാണം വരെ വിറ്റേച്ചാ ഇവിടെ നിൽക്കുന്നത്. എനിക്ക് അറിയാണോ ഉണ്ടായിരുന്ന കളിക്കല്ലേ. എടാ നീ അങ്ങനെ അല്ലോടാ, ഇത് നമ്മളൊരു മുൻകൂട്ടി കാണണ്ടേ. നല്ല നല്ല ആഹാരം കഴിച്ചിട്ട് എത്ര നാളെ കിടന്ന് ചാകുമെന്ന് എനിക്ക് തോന്നുന്നു. അല്ലടാ കുക്കിന് അത്യാവശ്യമാണ്. കാരണം കുക്കില്ലെങ്കിലുണ്ടല്ലോ നിന്റെയും എന്റെയും അവളുടെയും ഇവിടെ വരുന്ന ആൾക്കാരുടെ ഒക്കെ ജീവിതം അപകടത്തിലാവും. ഈ ഉണ്ടാക്കുന്ന സാധനങ്ങൾ അവള് കഴിക്കുന്നുണ്ടോന്ന് പോലും എനിക്കറിയത്തില്ല. അവൾ ഇനി ഉണ്ടാക്കി കളിയാക്കുമെന്നൊന്നും എനിക്കറിയത്തില്ല. അതൊക്കെ വിടറാ, ഇതിനൊന്നും വലിയ ഇമ്പോർട്ടന്റ് കൊടുക്കാതെ. ആഹാരം നമുക്ക് എന്തായാലും കുക്ക് വരുന്നുണ്ടല്ലോ. ഈ ഭാവി കാര്യങ്ങളൊക്കെ നീ എങ്ങനെയൊക്കെയാ പ്ലാൻ ചെയ്തിരിക്കുന്നത്? നിന്റെ അടുത്ത് ഒരു പടത്തിന്റെ കഥ എഴുതാൻ പറഞ്ഞ എന്തായി? അവിടെ ഞാൻ ഒരു വെടിച്ചില് കഥ എഴുതുന്നുണ്ട്. അതായത് പറഞ്ഞു വരുമ്പോ ഇതിന്റെ കാറ്റഗറി ഇതാരെ പറ്റിച്ചതാ? ഇല്ലടാ, അത് 150 രൂപ ഞാൻ കടന്ന് മേടിച്ച. അത് പോട്ടെ, അതൊക്കെ എല്ലാവരും പറ്റിക്കാൻ വേണ്ടിയിട്ട്. അതായത് ആ കഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സർവൈവൽ ത്രില്ലറാണ്. സർവൈവൽ ത്രില്ലറാണോ? അല്ലടാ, ഈ മഞ്ഞുമേൽ ബോയ്സും മറ്റേ ഇതൊക്കെ പോലത്തെ ഒരു സർവൈവൽ ആ ടൈപ്പാണ്. അപ്പം അത് നമ്മളൊരു ഫാമിലി ആയിട്ടാണ് അതിൻ്റെ ഒരു പടം ഞാനത് മേക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതായത് അതിൻ്റെ സ്റ്റോറി വരുന്നത് പറഞ്ഞാൽ ഒരു സന്തുഷ്ടമായ ഒരു ഫാമിലി. അപ്പോൾ അവർ വളരെ സന്തോഷത്തോടു കൂടിയൊക്കെ പോകുന്ന ആ ഒരു ടൈമിൽ അവരുടെ കുടുംബത്തിൽ അല്ലറ ചില്ലറ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി വരുന്നു. അങ്ങനെ ഒരു സന്ദർഭത്തിൽ അവർക്കൊരു കൊച്ചു കുട്ടിയുണ്ട്. ആ കുട്ടി ഒരു കിണറ്റിൽ വീഴും. കിണറെന്ന് പറയുമ്പോൾ ഒരു ചെറിയ കിണർ. അപ്പം അവിടുന്ന് രക്ഷപ്പെടുത്തുന്ന ഒരു സ്റ്റോറി. അതായത് ഒരു കുഴൽക്കിണറല്ലേ? കുഴൽക്കിണർ. ഫയർഫോഴ്സ് വരണം. ഫയർഫോഴ്സ് വന്നാലേ അതിന്റെ ഒരു എഫക്റ്റ്, ഡെപ്ത് കിട്ടും. മാളോട്ടി ഒരു വട്ടം ഞാൻ കണ്ടതാ. ഇനി നീ എന്നെ വീണ്ടും ഉണ്ടാക്കി ചേച്ചി കാണിക്കണ്ട. അതാ വെക്ക് നിന്റെ 150 രൂപ ക്ലാസ്. അതല്ലടാ, ഇപ്പൊ പരിപാടിയും കൊണ്ട് ഇറങ്ങിയേക്കാം. വീട്ടിൽ ഞാൻ വലിച്ചു കയറ്റിയത് ഞാൻ വല്ല പറഞ്ഞാൽ കൂടി പോകും. നമ്മളല്ലേ ഇതൊക്കെ കണ്ടിട്ടുള്ളൂ. എടാ ഇത് നമ്മൾ മേക്കിങ്ങിൽ വ്യത്യാസം വരുത്തണം. ആര് കാശ് മുടക്കും? കാശ് നീ പ്രൊഡ്യൂസറിനെ നമുക്ക് തപ്പാം. എടാ എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പം നമുക്ക് എന്തെങ്കിലും കഴിക്കാൻ ഇപ്പം ഇവിടെ വേണ്ട. വേറെ അവളുണ്ടാക്കിയ മറ്റേ ബാക്കി അത് വേണ്ട. വേറെ എന്തെങ്കിലും പുറത്തുനിന്നാണെങ്കിലും മേടിക്കാൻ കാശുണ്ടെങ്കിൽ. ആ വെട്ടലിട്ട വീട് കണ്ട? മാങ്ങയും ചക്കയൊന്നും എനിക്ക് വേണ്ട. എനിക്കതൊന്നും ഇപ്പൊ കല്ലെടുത്തറിയാനല്ല, ആ കല്ലുള്ള വീട് കണ്ടോന്ന്. ആ കല്ലുള്ള വീട് കണ്ട്. അവിടെ ഒരു പാട്ടിയുണ്ട്. അവര് നല്ല തൈര് സാധം ഉണ്ടാക്കും. എനിക്ക് വേണ്ട. ഞാൻ വെജിറ്റേറിയൻ ഇപ്പൊ കഴിക്കാറില്ല. അല്ലടാ, ഇതിപ്പോ തൈര് സാധം അല്ലേ? നീ പോയി പറഞ്ഞാൽ മതി, ഇവിടെ താമസിക്കുന്ന പറഞ്ഞാൽ മതി. എന്തെങ്കിലുമൊക്കെ തരുവര്. ഞാൻ മാനിനായിട്ട് പോയിട്ട് സൂക്ഷിച്ചും കണ്ടു പോണേ. എന്നാ ഞാൻ അവിടെ നിന്ന് പോയിട്ട് തൈര് സാധം ഉണ്ടെന്ന് ചോദിച്ചിട്ട് ദൂരെ നീ ചോദിച്ചാൽ മതി. ഇങ്ങോട്ട് കയറ്റുമെന്ന് തോന്നില്ല. ഓടെ തമാശ പറയാതെ ഓരോ വള്ളികൾ എന്റെ തലേ വലിഞ്ഞു കയറുന്ന എന്റെ ദൈവം തമ്പുരാൻ. എൻ്റെ അമ്മ എൻ്റെ ജീവിതം തീരുമാനിക്കേണ്ട ഞാനല്ല. എനിക്ക് ചില ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. നിങ്ങളാണെങ്കിൽ എന്നെ എവിടെയെങ്കിലും അമേരിക്കയിലോ ജപ്പാനിലേക്ക് എങ്ങനെ കെട്ടിച്ചു വിട്ടാൽ എൻ്റെ ആഗ്രഹങ്ങളൊന്നും നടക്കൂല. ഞങ്ങൾക്കും ഉണ്ടായിരുന്നു മോളെ ആഗ്രഹങ്ങളൊക്കെ. അമ്മ ഒരു കാര്യം മനസ്സിലാക്കണം. അമ്മയുടെ ആഗ്രഹം തീർക്കാനല്ല മക്കള്. അമ്മക്ക് സ്വന്തമായിട്ട് ആഗ്രഹിച്ചൂടെ? എന്തിനാ എന്നെ കൂട്ടി ആലോചിക്കണേ? എന്നെ കൂട്ടി എന്തിനാ ഓരോ സ്വപ്നങ്ങൾ കാണുന്നേ? എനിക്ക് എന്റേതായ സ്വപ്നങ്ങളില്ലേ? ഞങ്ങൾ ഇങ്ങനെ ഞങ്ങളുടെ കാര്യങ്ങൾ നോക്കിയിരുന്നെങ്കിൽ നീ ഇവിടെ ഉണ്ടാകുമായിരുന്നോ? എന്റെ അമ്മ ഇങ്ങനെ സെന്റി അടിക്കില്ല. ഞാൻ ഇപ്പൊ ഒരു കാര്യം പറയാനാ വിളിച്ചേ. പിന്നെ എന്റെ മോള് വിളിക്കുമ്പോ ഞാൻ ഇവിടെ നിന്ന് പൊറോട്ട അടിക്കാം. എന്റെ അമ്മ ഈ ആസ്ഥാനത്തുള്ള കോമഡി ഉണ്ടല്ലോ, ഇത് സഹിക്കാൻ പറ്റാനിട്ടാണ് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി പോകുന്നത്. മനസ്സിലായ? വിളിച്ചതിന്റെ കാര്യം പറ. അമ്മേ അതെ, ഇതൊരു കാട്ടുമൂല. അമ്മ വലിയൊരു വീട്. ഇത് വൃത്തിയാക്കാൻ എന്നെ കൊണ്ട് പറ്റത്തൊന്നുമില്ല. സുബുനാണെങ്കിൽ 4 നേരം കറക്റ്റ് ഫുഡും വേണം. ഇനിയിപ്പോ ഞാൻ വന്ന് വീട് ക്ലീൻ ചെയ്ത് ഫുഡ് ഉണ്ടാക്കി തരണമായിരിക്കും. അങ്ങനെയാണെങ്കിലും എനിക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. അല്ല, അമ്മ വരണമെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. അമ്മ ഇത്ര ദേഷ്യപ്പെടുന്നു വേണ്ട. അമ്മ കണ്ടോ, ഞാൻ തെളിയിക്കും. ഞാൻ എടുത്ത തീരുമാനം ശരിയായിരുന്നു ഞാൻ തെളിയിച്ചിരിക്കും. പക്ഷെ അമ്മേന്റെ ചെറിയ സപ്പോർട്ടൊക്കെ എനിക്ക് വേണം. നീ എന്താ വല്ല റിയാലിറ്റി ഷോയിലും പാടാൻ നിൽക്കുവാണോ സപ്പോർട്ട് തരാൻ? എന്റെ അമ്മ അതൊന്നും അല്ല, എനിക്ക് കുക്ക് ചെയ്യാനായിട്ട് ഒരാള് വേണം. ഓ, അത് പിന്നെ നിന്നെ പല പ്രാവശ്യം കുക്കിംഗ് പഠിപ്പിക്കാൻ ശ്രമിച്ചിട്ട് നീ വേണ്ടെന്ന് വെച്ചതല്ലേ? എന്റെ അമ്മ കുക്ക് ചെയ്ത് എന്റെ കൈയൊക്കെ വൃത്തികേടാവും. ഇപ്പൊ തന്നെ 2 ദിവസം ഫുഡ് ഉണ്ടാക്കിയിട്ട് എന്റെ കൈയൊക്കെ ആകെ വൃത്തികേടാ. എന്റെ നെയിൽ പോളിഷ് ഒക്കെ പോയമ്മ. ഓ, നിനക്കിപ്പോ അവിടെ പാചകം ചെയ്യാൻ ആളെ വേണം, അത്രയല്ലേ ഉള്ളൂ? അതെ. ആ ശരിയാക്കാം, നോക്കട്ടെ, ശരിയാക്കാം. അമ്മ ഒരു കാര്യമുണ്ട്, പെണ്ണുങ്ങള് വേണ്ട കേട്ടോ.